നമസ്തേ. ഞാൻ നമ്മുടെ ഉദാഹരണത്തിന് നമ്മുടെ അന്ധവിശ്വാസമാണെന്ന് പറയുന്ന ഒരു കാര്യം ഞാനങ്ങ് പറയാം. നക്ഷത്ര ജ്യോതിഷം, ആസ്ട്രോളജിയും ഇതുമായിട്ടൊക്കെ പറയുന്നത് തെറ്റാണെന്നല്ല നമ്മൾ പറയുന്നത്, തെറ്റായിരിക്കും. പക്ഷേ നമ്മുടെ എല്ലാ മതങ്ങളുടെയും ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപഗ്രഹങ്ങളും ഗ്രഹങ്ങളും വേണം ഒന്ന് ആലോചിച്ച് നോക്കിക്കോ. ഞാൻ ഇങ്ങനെ പറയുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഈസ്റ്റർ ആഘോഷിക്കുന്നതിന് പോലും അതിൻ്റെ പുറകിൽ നമ്മുടെ ഉപഗ്രഹത്തിൻ്റെ ഒരു ഭാഗമാണ്, നാച്ചുറൽ സാറ്റലൈറ്റ്സ് ഭാഗമാണ്. ഇപ്പം ഞാൻ വേറൊന്ന് പറയട്ടെ. നമ്മുടെ ഈ ജ്യോതിഷം തെറ്റാണ്. ഇപ്പം ആഘോഷിക്കപ്പെടുന്നുണ്ടല്ലോ, നിർജ്ജീവമായ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എങ്ങനെ മനുഷ്യൻ സ്വാധീനിക്കുന്നുവെന്ന് ചോദിക്കുന്ന വലിയ അറിവുള്ളവരൊക്കെ കാണാം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ വേലിയേറ്റവും വേലിയിറക്കവും എങ്ങനെ ഉണ്ടാവുന്നതാണ്? ആരംഭിച്ചു വലിക്കുന്നതാണ്. അപ്പോൾ ജലത്തെ ആകർഷിക്കാനും വികർഷിക്കാനും നമ്മുടെ ഗ്രഹങ്ങൾക്ക് കഴിയുമെങ്കിൽ 75-80% വാട്ടർ കണ്ടന്റുള്ള മനുഷ്യനെ പറ്റില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ നക്ഷത്രം കണ്ടിട്ടാണ് ഇവിടെ നിന്ന് 4 വിദഗ്ധന്മാർ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ജീസസ് ജനിക്കുമെന്ന് മുൻകൂട്ടി കണ്ട് ആ നക്ഷത്രം നോക്കിയിട്ട് പോയത്. കണ്ടെത്തി കഴിഞ്ഞപ്പോൾ പിന്നെ അത് മോശമായി. അത് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണെന്നുണ്ടെങ്കിൽ, ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും മതവിഭാഗങ്ങളും എല്ലാം ഉണ്ടായിട്ടുള്ളത് ഏഷ്യയിലാണ്. ഈ ഏഷ്യൻ സംസ്കൃതിയെ ഒരു പടിഞ്ഞാറൻ സംസ്കൃതിയിലേക്ക് മാറ്റുമ്പോൾ അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളുമാണ് അതിനെ തകിടം മറിച്ചെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ മറ്റൊന്നല്ല. പ്രകൃതിയുമായി നല്ല ബന്ധമാണ്. നമ്മുടെ ഇപ്പോൾ ആകാശമാർഗവും മറ്റൊക്കെ വരാൻ യാത്ര ചെയ്യാൻ കഴിയുന്നതിൻ്റെ വളരെ മുമ്പ് തന്നെ നമുക്ക് യാത്ര ചെയ്യുമായിരുന്നു. കപ്പലുകളാണ്, വെള്ളമാണ് നമുക്ക് ഇത് ചെയ്തത്. അത് പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് ആൾ വരുന്നതും കിഴക്കോട്ട് വരുന്നതെല്ലാം ഇങ്ങനെ കപ്പലിൽ വന്നുകൊണ്ടിരുന്നു. വർഷങ്ങളെടുത്തിട്ടാണ് എത്താറോടെ. അതിനെ ആശ്രയിക്കുന്നത് തെക്കൻ കാറ്റിനെയാണ്, നക്ഷത്രങ്ങളെയാണ്, അവരുടെ പൊസിഷനാണ്. ചില കിളി കരയും, സമയത്രയെന്ന് പറയും. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഈ ഓരോ കിളികൾ കരയുന്ന സമയം നോക്കി അത് ഇത്ര സമയമായി, ഇത്ര മണിയായി എന്ന് പറയും. ആർക്കും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ മോനെ പുറത്തിറങ്ങിയെന്ന് എൻ്റെ ചെറുപ്പത്തിൽ ബാല്യത്തിൽ പുറത്തിറങ്ങിയേക്കാൻ പറയും. എൻ്റെ നേരിട്ട് നോക്കിയിട്ട് സമയം പറയും. അതുപോലെ തന്നെ ഇപ്പോൾ വീട്ടിൽ പശുവുണ്ട്, ആ പശുവൊക്കെ കരയുന്നുണ്ട്. ഒരു പ്രത്യേക തരത്തിലെ കരച്ച കഴിഞ്ഞാൽ അവർ പറയും എന്നാ വാവ് നോക്കാൻ എന്ന് പറയും. ഇത് ജീവനുള്ള എല്ലാത്തിനും മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾക്കിന്ന് എന്താ പറയുക, മിച്ചം തിന്നാൻ കുടിക്കാനും മിച്ചം കിട്ടിയപ്പോൾ നമുക്കിതൊക്കെ ഒരു മോശമായി വന്നു. അത് ഞാൻ എന്താ പറയുക, എനിക്ക് ബോധ്യം വന്ന പല കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. എൻ്റെ പലതുണ്ട്. ഇവിടെ ഒരു രസമുണ്ട്. ഞാൻ 2 പ്രാവശ്യം എൻ്റെ കാല് ആക്സിഡൻറ്റിൽ ഒടിഞ്ഞില്ല, പക്ഷെ സംഭവിച്ചു. അതിൽ ഒരു പ്രാവശ്യം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരെല്ലാവരും കൂടിയിട്ട് പറഞ്ഞു നമുക്കൊരു ജ്യോതിഷിയെ കാണാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, താല്പര്യമെന്ന് പറഞ്ഞു. പക്ഷേ 2-3 പേര് പറഞ്ഞപ്പോൾ അന്ന് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു സാറിന് ശനിവശിയാണ്, അടുത്ത കാലം ഒടിയെന്ന് പറഞ്ഞു, ചെയ്യുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ കാലമല്ല, ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. അവസാനം ഞാൻ എൻ്റെ ഒരു അടുത്ത പറമ്പിൽ രാവിലെ പോയി വരുമ്പോൾ ഒരു ഗട്ടർ കണ്ടു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു, ജ്യോതിഷി പറഞ്ഞപ്പോൾ സൂക്ഷിച്ചു പോകാം, അത് അല്ലെങ്കിൽ ഇനി വീണിട്ട് പറയും ജ്യോതിഷി പറഞ്ഞതിൻ്റെ പേരിലെന്ന് പറയില്ലേ, അതുകൊണ്ട് സൂക്ഷിച്ചു പോകാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ബൈക്കിൽ, അന്ന് കാറുണ്ട്, ബൈക്ക് ഇറങ്ങി, കയറിയില്ല, മറിഞ്ഞു വീണു, സൈലൻസിൽ നിന്ന് പൊള്ളി നാശമായി. പിന്നെ ഹോസ്പിറ്റലിൽ പോയി. എന്നിട്ട് ഞാൻ അത് അവിടെ വല്ലാതെ അത് കുറച്ച് സിവിയറായി മുമ്പത്തേക്കാളും. അപ്പോൾ എനിക്ക് തോന്നി എന്താ അയാൾ ഇങ്ങനെ പറഞ്ഞത്, ഞാൻ ട്രൈ എന്ന് വെച്ചു. അങ്ങനെ തന്നെ എനിക്ക് വേറൊരു മലയങ്കിഴ ആശാൻ എന്ന് പറയും. അയാൾ KSRTCയിൽ ടെക്നിക്കൽ സൂപ്രണ്ടായിട്ട് റിട്ടയർഡ് ആളാണ്. അയാളെ കാണണം, അയാൾ ജ്യോതിഷിയാണ് കാണുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഇന്ന് പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ തന്നെ പോയി. ഞാൻ സംസാരിച്ചില്ല. ഞാൻ സംസാരം കേട്ടിട്ട് ഞാൻ ആരാണെന്ന് പറയേണ്ട, എൻ്റെ ദേശം അറിയേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ മിണ്ടാതിരുന്നു. എൻ്റെ കൂടെ പോയാൾ പറഞ്ഞു എൻ്റെ ജനന തീയതി എത്രയാണ്, സമയം അറിയത്തില്ല, രാത്രിയാണെന്ന് പറയുന്നുണ്ട്, വേറൊന്നും അറിയില്ല എന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ അയാൾ കുത്തിയിരുന്നു. അയാൾ എൻ്റെ പേര് സാറിൻ്റെ പേരെന്താന്ന് വെച്ചു. ഞാൻ പറഞ്ഞു മിണ്ടിയില്ല. അപ്പോൾ അയാൾ പറഞ്ഞു എന്നെ പരീക്ഷയും വന്നല്ലേ. അയാൾ വളരെ ഏജഡാണ്. പുള്ളിക്കാരനെ 2.25 കുറിച്ചിട്ട് പറഞ്ഞു, സാറേ ഞാൻ 3-4 കാര്യം പറയും, അതിൽ പകുതി ശരിയാണെന്നുണ്ടെങ്കിൽ സാറിന് നക്ഷത്രം ഇതാണ്, അല്ലെങ്കിൽ നമുക്ക് സമയം തെറ്റായതുകൊണ്ടാണ് വേറെ നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ 4 കാര്യം പറഞ്ഞു. ഒന്ന്, ഞാൻ ജനിച്ച സ്ഥലത്തല്ല ഇപ്പോൾ താമസിക്കുന്നത്, തൊഴിൽ കലാകാരനായിരിക്കും.
അച്ഛൻ ജീവിച്ചിരിക്കാൻ അവകാശമില്ല ആ സമയത്ത്. പിന്നെ മക്കളിൽ പെൺകുട്ടികളായിരിക്കും കൂടുതൽ. ഞാൻ ഒരു ഭാവമാറ്റവും ഇല്ല. അപ്പോൾ ഇയാൾ ചോദിച്ചോ, സാറ് ഒന്നുമില്ലാല്ലേ, സെറ്റല്ലേ? ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ 4 ശരിയാ എന്ന് പറഞ്ഞു. ഇതാണ് എനിക്കുണ്ടായ ആ അനുഭവം. പാലക്കിൽ പുരാണം 7-ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു.